അങ്ങനെ ഡോൾഫിൻ്റെ ഒപ്പമുള്ള അഴിഞ്ഞാട്ടത്തിന് ശേഷം നമ്മൾ മോളിലെത്തി. ഐ മീൻ ദൈവത്തിനെ കാണാൻ മോളിൽ വന്നല്ല കേട്ടോ പറഞ്ഞത്, തായ്ലൻഡിലെ ഒരു ഷോപ്പിംഗ് മോളിലെത്തി. അതിൻ്റെ ഉള്ളിലെ തായ്ലൻഡ് സുന്ദരികൾ അല്ല, അതിൻ്റെ ഉള്ളിലെ തായ്ലൻഡിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിച്ച് നടക്കവേ ഒരു സുവനിയർ ഷോപ്പിന്റെ കണ്ണിപ്പെട്ടു. ആഹാ, ഇത് അന്വേഷിച്ച് നടക്കുമായിരുന്നു. അതാ നോക്കൂ ഒരു മയിൽ, അതാ നോക്കൂ പഞ്ചവർണ്ണ തൂവലുള്ള സീതുമ്മ. ആഹാ നോക്കൂ, ദേണ്ട തൂവലൊക്കെ ഒതുക്കുന്നു. ഹായ്. അങ്ങനെ ഞങ്ങൾ വരവേ ഒരു കാഴ്ച കണ്ടു. അതാ നോക്കൂ, ഈശ്വര അതൊരു വടിയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടി പാടില്ല. അയ്യേ, അടിയിൽ നിന്ന് മുകളിൽ നിന്ന് ക്യാമറ വെക്കാൻ ഞാനത് ഓൺലൈൻ മീഡിയ. വിനു നോ, നിനക്കാകെ ഒരു തന്തേ ഉള്ളൂ, അങ്ങനെയൊന്നും ചെയ്തുകൂടാ നീ. എന്തായാലും ഇത്രയും വലിയ മുകളിലെത്തി ഇത്രയും വലിയ പ്രതിമയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്പുടുമോൻ അവൻ്റെ അമ്മയെ നോക്കി ഒറ്റ ഡയലോഗ്, പാല് വേണോ. ശേഷം അവിടെയുള്ള ഒരു ഡ്രാഗൺ പ്രതിമയ്ക്ക് ഞങ്ങൾ വില ചോദിച്ചു. അപ്പത്തിന് പറയുന്നത് 3000 ബട്ടെന്ന്, അതായത് നമ്മുടെ നാട്ടിലെ 9000 രൂപ. ഇപ്പൊ എനിക്ക് എൻ്റെ കൂടെ ഒരു ആളെ എപ്പോഴും ഉണ്ട്, എന്നിട്ട് ഞാൻ അത്ര കൂടുതലു. അപ്പൊ സീതമ്മ അത്രയും വലിയ ഡ്രാഗനെ മേടിച്ചാൽ നമ്മുടെ നാട്ടിൽ 9000 രൂപ. ഇതിനെ വിറ്റാൽ നമുക്ക് എത്ര സിനിമ ഉണ്ടാക്കാൻ പറ്റും? ചായ കൊടുത്ത് ഇതല്ല, ബ്രൗൺ അല്ല, ഓറഞ്ച്, കറക്റ്റ് ഓറഞ്ച് തരാം. പുള്ളി കണ്ട ഓറഞ്ചില്ലേ. ചായ കുഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു നീങ്ങപ്പോൾ അതാ കാണുന്നു ഒരുപാട് ഫ്രൂട്ട്സ് നിരത്തി വെച്ചിരിക്കുന്നു. അപ്പൊ കുറച്ച് വാങ്ങാൻ വേണ്ടി കയറി. പക്ഷേ ട്വിസ്റ്റ് ഒറിജിനൽ വാങ്ങിട്ട് വേണം. തണ്ണിമത്തൻ, പൈനാപ്പിൾ മുറിച്ചത്, മുന്തിരി, ഈ പഴത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇതാണ്ട് നമ്മുടെ കപ്പങ്ങ, ഇതിന്റെ പേരും അറിയത്തില്ല. അപ്പൊ ഇത് വന്ന് ദേഹത്ത് തേക്കുന്ന സോപ്പ്. കോൺ നോക്കി, ഇതിനൊക്കെ ശരിക്കും ഈ കോണിന്റെ മണമാണ്. ഇതെന്തുവാ ഇത്? ഡ്രൈ ഫ്രൂട്ട്, പൈനാപ്പിള് കുറെ ഉണ്ട് കേട്ടോ. മാങ്ങ, പൈനാപ്പിൾ, ഇതെന്തുവാന്നറിയത്തില്ല, മാങ്ങ മുറിച്ചത്, അവോക്കാഡോ, പിന്നെ ഈ ഒരു പൂവ്. അങ്ങനെ 1.5 വർഷത്തേക്ക് തേക്കാനുള്ള സോപ്പുമായി ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയായപ്പോൾ നേരത്തെ തൂക്കിയിട്ടിരുന്ന, നേരത്തെ വടി തൂക്കിയിട്ടിരുന്ന ആളുടെ അരയ്ക്ക് മേപ്പോട്ടുള്ള ഭാഗം ഞങ്ങൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്കൊരു വ്യൂ കാണാൻ പോയാലോ. ഇവിടെ വന്നാൽ നിങ്ങൾ ഒരിക്കലും ഈ വ്യൂ മിസ് ചെയ്യരുത്. ഇത് മസ്റ്റ് വാച്ച് ആണ് കേട്ടോ. ഒപ്പം ഒരു സോങ്ങും. വെള്ളാരത്താരം വിണ്ണിൽ തേവാരം നോൽക്കുന്നേ. നല്ല വ്യൂ, ഇഷ്ടപ്പെട്ടു. സത്യം, ഞാനും കരുതി ആകാശമൊക്കെ അത്. അപ്പോൾ ആ ചമ്മലുമായിട്ട് നമ്മൾ എത്തിക്കുന്നത് ഓൾഡ് ഫൂക്കറ്റ് ടൗണിലാണ്. ഏതാ കുട്ടി ഏതാണെന്നറിയില്ല, എന്നാലും ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. പോയി. പിന്നെ തായ്ലൻഡിലെ ഏറ്റവും ഫേമസും വൈറലും ഒക്കെ ആയ ഒരു ജ്യൂസ് കൂച്ചി ഞങ്ങൾ. കുട്ടി പോയി, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഫ്രഷ് മാംഗോ വെച്ചിട്ടുള്ള ഒരു സാധനമാണിത്. ഇവിടെ വന്നാൽ ഇത് മസ്റ്റ് ട്രൈ ആണ്. പക്ഷെ ഈ ക്യൂ കണ്ടോ, അതോട് ഞങ്ങള് ഓൾറെഡി വാങ്ങിച്ചോണ്ട് ഇന്ന് കടം വാങ്ങിച്ചോണ്ട്. അപ്പൊ ഷീതമ്മന്റെ കർണക്കുറ്റി അടിച്ചിട്ട് കോളിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ കുറച്ച് സുവനിയറൊക്കെ വാങ്ങി തിരിച്ച് കൊച്ചി ലക്ഷ്യമാക്കി പല്ല് റിപ്പയർ ചെയ്യാൻ പോയി. അപ്പൊ ഇനി ഒരു വീഡിയോയും കൂടെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ബൈ.